ഉം. അവനെന്തിനാ ഞാൻ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നെ? നിന്റെ ഭർത്താവല്ലേ? അപ്പോ അവനൊരു ഡ്രസ്സ് വാങ്ങിക്കൊടുത്തെന്ന് വെച്ച് വല്ല പ്രശ്നമുണ്ടോ? നീ അങ്ങനെ വാങ്ങിക്കൊടുക്കാറൊന്നുമില്ല അവന്? ഈ 6 മാസത്തിനിടയില് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല? ഓഹോ! ആഹ്. ഈ പിന്നെ ഞങ്ങള് പരസ്പരം ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ എന്താ പറയാ, അവന് ഇഷ്ടമുള്ളത് അവനെടുക്കും. അത്രേ ഉള്ളൂ. ഞങ്ങൾ തമ്മില് അങ്ങനെയൊന്നുമില്ല. അത്രേ ഉള്ളൂ. എങ്ങനെയൊന്നുമില്ലെന്ന്. അം അത് മീനു പെട്ടെന്ന് ആലോചിച്ചു. പെട്ടെന്ന് പറയാൻ വായിൽ കള്ളങ്ങളൊന്നും വരുന്നില്ല. അയ്യോ! അങ്ങനെയല്ല ഏട്ടാ. ആം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങള് പരസ്പരം കൊടുക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും വരുന്നൊരു പ്രശ്നം എന്താന്ന് വെച്ചാല്, ആഹ്, ഞാൻ വാങ്ങിയത് അവന് ഇഷ്ടപ്പെടില്ല. അവൻ വാങ്ങിയത് എനിക്കിഷ്ടപ്പെടില്ല. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നു. അ അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചതാ. ഏട്ടൻ പറയുമ്പോ എന്താ ഇപ്പൊ വാങ്ങാന്നൊക്കെ. വേറൊന്നും വാങ്ങണ്ട. അവന് ധരിക്കാനുള്ള ഡ്രസ്സ് വാങ്ങിയാ മതി. ആം, ആ ശരി ഏട്ടാ. വാങ്ങാലോ. ഉം. അത് എന്തുകൊണ്ടാ ഏട്ടൻ നിന്നോട് വാങ്ങണംന്ന് പറഞ്ഞേന്നറിയാവോ? ഉം. എന്തുകൊണ്ടാ ഏട്ടാ വാങ്ങണംന്ന് പറഞ്ഞത്? വേറൊന്നുമല്ല. അവൻ അങ്ങനെ ബ്രാൻഡ് ഡ്രസ്സൊക്കെ ധരിക്കുന്ന ആളാണോ? ആം, ഏയ് അവൻ്റെ കയ്യിൽ എവിടുന്നാ ബ്രാൻഡ് ഡ്രസ്സൊക്കെ? ഉം. അതെ. അവൻ്റെ ഒരു സ്റ്റാറ്റസ് വെച്ച് അവനെക്കൊണ്ടത് വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫംഗ്ഷനാകുമ്പോ എല്ലാവരും കാണില്ലേ. അപ്പൊ പിന്നെ ഒരു ചോദ്യം വരണ്ട. അതുകൊണ്ടാ ഞാൻ പറഞ്ഞെ. നല്ല ബ്രാൻഡ് ഡ്രസ്സ് നോക്കി തന്നെ നീ അവന് വാങ്ങിക്കൊടുക്കണം. മനസ്സിലായോ? ആം, അത് മനസ്സിലായി ഏട്ടാ. പക്ഷേ എല്ലാവരും ഫംഗ്ഷൻ ഉണ്ടാവുന്നൊക്കെ പറയുമ്പോ, ആം, ഞങ്ങടെ വിവാഹം രഹസ്യമായിരുന്നല്ലോ ഏട്ടാ. അപ്പൊ പിന്നെ അവനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം എന്താ? അത് മോള് പേടിക്കണ്ട. മോളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് ഞാൻ അവനെ പരിചയപ്പെടുത്തില്ല. അല്ലാതെ നമുക്ക് പരിചയപ്പെടുത്താലോ. എൻ്റെ ഫ്രണ്ടാണെന്ന് പറയാം. അല്ലെങ്കിൽ വകയിലെ ബന്ധുവാണെന്ന് പറയാം. എന്ത് വേണമെങ്കിലും പറയാലോ. ആം, അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണെന്ന് പറയാം. എൻ്റെ പാർട്ട്ണറാണെന്ന് പറയാം. അതൊന്നും പ്രശ്നമല്ല. എന്തായാലും ആ ഫംഗ്ഷനിൽ അവൻ വരണം. മോള് ക്ഷണിക്കണം. മോള് വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സായിരിക്കണം അവൻ അന്ന് ധരിക്കേണ്ടത്. മനസ്സിലായോ? ആം, അവൻ വരണമെന്ന് അത്രയും നിർബന്ധമുണ്ടോ? പിന്നെ നിർബന്ധമാണ്. കാരണം എന്താണെന്ന് അറിയാവോ? ഇല്ല. നിങ്ങളുടെ വിവാഹം തന്നെ ഒന്ന് ആഘോഷിക്കാൻ പറ്റിയില്ല. അത് നീ പെട്ടെന്ന് രഹസ്യമാക്കിയല്ലോ. അപ്പോൾ പിന്നെ നമ്മുടെ അമ്മയുടെ പിറന്നാൾ നമ്മളങ്ങ് ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷനിൽ അവനാണ് മെയിൻ ഗസ്റ്റ്. അതുകൊണ്ട് അവൻ വന്നിരിക്കണം. കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം മോൾക്കുള്ളതാണ്. മനസ്സിലായല്ലോ?